കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്താണ് കറങ്ങുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ? എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് അവക്കോടയാണ്. ഞാൻ ഈ സാധനം കഴിച്ചിട്ടുമില്ല, വാങ്ങിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത്. 2 എണ്ണം വാങ്ങിച്ചു. നല്ല വിലയാണ് കേട്ടോ. അപ്പം ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഷേക്കൊക്കെ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണെന്നൊക്കെ പറയുന്നു. അപ്പം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിലൊരു അവക്കോട എടുത്തിട്ട് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ അകം എങ്ങനെയാണെന്നൊന്നും ഞാൻ വീഡിയോ കണ്ടതല്ലാതെ നമുക്കറിയത്തില്ല. അപ്പം ഞാനൊന്ന് മുറിച്ച് നോക്കി. ഞാൻ വലിയ കുരുവാണല്ലേ, പക്ഷേ കത്തി കൊണ്ട് മുറിഞ്ഞു പോയി. ഇത് കിളുക്കുമോയെന്നറിയില്ല. ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ കത്തി കൊണ്ട് മുറിഞ്ഞു പോയി. സാരമില്ല, വേറെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. ഒന്ന് നമുക്ക് നട്ട് നോക്കാം. ഉണ്ടാകുവാണെങ്കിൽ അത്ര ആയില്ലേ. അപ്പം ഇത് വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ക്രീമി ആയിട്ട് വരുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പം ഞാനും ഒരു സ്പൂണൊക്കെ എടുത്ത് ഒന്ന് വടിച്ച് ഇങ്ങനെ എടുത്ത് നോക്കി. അതേണം പറഞ്ഞതുപോലെ നല്ല ക്രീമി ആയിട്ടാണത് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല. ഞാനും ഭയങ്കര മധുരമാണ് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ തിന്നാനായിട്ട് കൊള്ളില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഷേക്ക് അടിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ മറ്റേ പകുതിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കൂടെ നമുക്ക് ഇതിലോട്ട് എടുത്തിടാം. ഇതിൻ്റെ തൊലി കാണാൻ നല്ല രസമായിട്ട് ഇങ്ങനെ എല്ലാം കൂടെ വടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ല ഉള്ളുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം അല്ലാതെ തിന്നപ്പോഴേക്കും ഇതിന് മധുരം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊരു 4-5 സ്പൂൺ മധുരം ഇട്ടു കേട്ടോ. പിന്നെ ഇവിടെയുള്ള മക്കൾക്ക് നല്ല മധുരം വേണം. അപ്പോൾ ഞാൻ ഇച്ചിരി കൂട്ടിയാണ് പഞ്ചസാര ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പാല് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പാല് കട്ടപ്പാലാക്കാൻ വേണ്ടി വെച്ചതാണ്, പക്ഷേ ആയില്ല കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഓഫായിപ്പോയി ഫ്രിഡ്ജ്. അതുകൊണ്ട് ഇച്ചിരി പാലൊഴിച്ച് കൊടുത്തു. ഇനി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ടുണ്ട്. എന്തേ കാണാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുവാണെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നോക്കിയപ്പോഴേക്കും വാനിലയുടെ ഐസ്ക്രീം ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം കട്ടയായില്ല കേട്ടോ, അതും ലൂസായി പോയിട്ടുണ്ട്. കൃത്യസമയത്ത് കറണ്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ആ സാരമില്ല. ഇനിയിപ്പോൾ ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കഴിച്ചു നോക്കി, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ മക്കൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.